ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് ദുബായിൽ നിന്ന് ഒരു കാർ വാങ്ങി അത് അബുദാബിയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സിംഗ് എങ്ങനെയാണെന്നുള്ളത്. അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് RTA സെന്ററിൽ ചെന്നതിന് ശേഷം എക്സ്പോർട്ട് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ബയറും സെല്ലറും കൗണ്ടറിൽ ചെന്നിട്ട് അബുദാബിയിലേക്കുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങുക. ഇതിന് മുമ്പായിട്ടുള്ള ഫൈൻസ് കാര്യങ്ങളെല്ലാം സെല്ലർ ക്ലിയർ ചെയ്താൽ മാത്രമേ ഈ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഈ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് പ്രോസസ് ചെയ്യുന്ന സമയത്താണ് ഈ വണ്ടിയുടെ എമൗണ്ട് എത്ര ആണോ അത് സെല്ലർക്ക് കൈമാറാൻ വേണ്ടിയിട്ട് അതോറിറ്റീസ് നമ്മളോട് പറയുന്നത്. ഈ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ പേരും ബാക്കി ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്നുള്ളതിന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങളെ കൗണ്ടർ വിടാൻ പാടുള്ളൂ. അതിനുശേഷം വണ്ടി റിക്കവറിൽ എടുത്തിട്ടോ ടെമ്പററി നമ്പർ പ്ലേറ്റ് വെച്ചിട്ടോ എക്സ്പോർട്ട് നമ്പർ പ്ലേറ്റ് വെച്ചിട്ടോ നിങ്ങൾക്ക് അബുദാബിയിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അബുദാബി ചെന്നാൽ ന്യൂ രജിസ്ട്രേഷൻ ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബുദാബിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞത് അബുദാബിയിൽ ട്രാഫിക് ഫയൽ നമ്പർ ഉള്ള ആൾക്കാരുടെ കാര്യമാണ്. അബുദാബി ട്രാഫിക് ഫയൽ ഇല്ലാത്തവരാണെങ്കിൽ അബുദാബിയിൽ ട്രാഫിക് ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ദുബായിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അബുദാബി പോലീസിന്റെ കൗണ്ടറിൽ ചെന്നിട്ട് നിങ്ങൾ TC നമ്പറിൽ അറ്റാച്ച് ചെയ്താൽ ബാക്കിയുള്ള പ്രോസസ്സ് തം ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. തം ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസിംഗ് വേ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ദുബായിൽ നിന്ന് തന്നെ ന്യൂ രജിസ്ട്രേഷൻ ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും ആയിട്ട് അബുദാബിയിൽ ഏതെങ്കിലും രജിസ്ട്രേഷൻ സെന്ററിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്പർ പ്ലേറ്റ് കളക്ട് ചെയ്തിട്ട് ദുബായിലേക്ക് തിരിച്ചു വന്നിട്ട് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്താൽ നിങ്ങൾ അബുദാബിയിലേക്ക് വണ്ടി ഓടിച്ച് തന്നെ പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ റിക്കവറിക്ക് ഉണ്ടാകുന്ന ചെലവ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി.